ശരീരം അവളുടേത് മാത്രമാണെന്നും വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം ആർക്കും എന്തും പറയാനുള്ള ലൈസൻസ് അല്ല എന്നും ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പറയാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ചു പറയുകയും അതിൽ നിയമപോരാട്ടം നടത്തി വിജയിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ത്രീകളും നമുക്ക് അഭിമാനമാണ്. അതിൽ കേരളം ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തത് ഹണി റോസിൻ്റെ പേരാണ്. അപ്രതീക്ഷിതമായി ഹണി റോസാണ് ഇത്തവണ Q18 നമുക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. ഞാൻ അപ്രതീക്ഷിതം എന്ന വാക്ക് പറഞ്ഞത് ശരിക്കും അത് മീൻ ചെയ്തുകൊണ്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഹണി റോസിനെ പോലെ ഒരാൾ അങ്ങനൊരു നിയമ പോരാട്ടത്തിലേക്ക്, ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾ മാധ്യമങ്ങളടക്കം ഒരു സെക്കൻഡ് ഒന്നൊരു അത്ഭുതത്തിലാണ് നോക്കിയത്. ശരി, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയിട്ട് നാളെ കുറേ വർഷങ്ങളായതാണ്. നിങ്ങൾ പലരും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനൊന്നും പ്രതികരിച്ച് കാണാറില്ലല്ലോ, അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, ഓക്കെ ആണോ നിങ്ങൾക്കെന്നൊക്കെ പലപ്പോഴും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഞാനത് അതിൻ്റേതായ രീതിയിൽ പുച്ഛിച്ച് കളയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ ആ രീതിയിൽ വിടുന്നു. കാരണം ഒരു ലൈംഗിക വൈകൃതമുള്ള കുറച്ച് ആളുകൾ, വളരെ ഒരു ചെറിയൊരു ശതമാനം ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വേറെ കുറേ പോസിറ്റീവ് കമൻസ് നമുക്ക് വരുന്നുണ്ട്, എത്രയോ വരുന്നുണ്ട്. നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതിലേക്ക് എന്തിനു പോകണം എന്നൊക്കെ പല കാര്യങ്ങൾ ഞാൻ പറയുമായിരുന്നു. പക്ഷെ എങ്കിലും ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ റിയാലിറ്റി. അത് നമ്മൾ പലപ്പോഴും അത് മനഃപൂർവ്വം അങ്ങ് മാറ്റിവെച്ച് പോകാം എന്നൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമൻറ്റുകൾ, ഇങ്ങനെയുള്ള ബുള്ളിങ്, സ്ലട്ട് ഷെയ്മിങ് ഒക്കെ ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായി ബാധിക്കും. അപ്പം ഇതിനെന്ത് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പല തവണയും ഡിസ്കസ് ചെയ്യുകയും പിന്നെ അതിലെ ഒരു വക്കിലേക്ക് വരികയും പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവണം, ഇതൊരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് മേ ബി ഒരു നിയമനിർമ്മാണം പോലുള്ള എന്തെങ്കിലും ഒരു രീതിയിലേക്ക് ഒക്കെ ആലോചനകൾ വന്നതാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കൊടുത്ത ഒരു കേസ് അത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സമയത്തും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ഡിസിഷൻ എത്തിയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും ഒരു വലിയ പരിധി വരെയും ഡ്രാഗ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആക്രമണങ്ങൾ എല്ലാ മേഖലകളിലുള്ള സ്ത്രീകൾ നേരിടുന്ന ഒരു സമയം സിനിമാ മേഖലയിലുള്ളവരും വളരെ കൂടുതലായിട്ട്. അപ്പോഴും ഒരാളിതിന് തുടക്കം കുറിക്കണം, അത് ഒരു കൃത്യമായിട്ടുള്ള ലെസൺ ആകണം. അത് ഹണി റോസ് ആണല്ലോ. ഒട്ടും അത് അപ്രതീക്ഷിതമായല്ലോ എന്നാണ് ഈ പറഞ്ഞ പോലെ. ഇതൊരു ഒറ്റ കയ്യിൽ കൊണ്ട് എത്തിച്ചു, മറ്റൊരു വഴിയില്ല. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അല്ലേ? അതെ 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 അത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സൈബർ ഇടങ്ങളിലുള്ള ക്രൈം, അതിന് എന്താണ് ആ ഒരു ക്രൈമിൻ്റെ ഒരു സീരിയസ്നെസ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ചിട്ടൊരു ഫോണുണ്ട് കയ്യിൽ. അപ്പം നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് എന്ത് വൃത്തികേടും എഴുതി കൂട്ടാം എന്നുള്ളത് അതിലാരും ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് ചെയ്താൽ ആരും ഒന്നും അറിയില്ല, ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ക്രൈമാണെന്നും അതിന് ശിക്ഷ ലഭിക്കും എന്നുള്ളതും ഒരു എന്താ പറയുക ഒരു മെസ്സേജ് പോലെ ആളുകളിലേക്ക് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇത് എൻ്റെ മാത്രം വിഷയമല്ല, ഇത് എത്രയോ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, LGBT കമ്മ്യൂണിറ്റി, അങ്ങനെ എത്രയോ ആളുകൾ ഇതിൻ്റെ വിക്ടിംസായി മാറുന്നുണ്ടെന്നറിയാമോ? അതൊരു ചെറിയ കാര്യമല്ല. ഇവരൊരു കമൻ്റ് ഇടുന്നു എന്ന് പറയുന്നത് ഇത് ആളുകളെടുത്ത് ആഘോഷമാക്കുകയും പല പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുമ്പം ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്കാണ്, ഒരു വലിയ സമൂഹത്തിന് മുമ്പിലേക്കാണ് നമ്മളെ മോശക്കാരി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നത്. അതൊരു സീരിയസ് ഒഫൻസും ക്രൈമും തന്നെയാണ്. അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം. പല തരത്തിലുള്ള വിമർശനങ്ങൾ വന്നു. അതിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ശരീരഭംഗിയാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ വിമർശനങ്ങളെ ഇത്രയ്ക്ക് മോശമായിട്ട് കാണുന്നത്? ഇത് പോസിറ്റീവായിട്ടല്ലേ എടുക്കണ്ടേ? ഇതല്ലേ അതിൻ്റെ പ്രധാന മെറിറ്റ് എന്നൊക്കെയായിരുന്നു ഉയർന്നു വന്ന ചോദ്യങ്ങളൊക്കെ ആ സമയത്ത്. ഞാൻ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം. ഉദ്ഘാടനം എന്ന് പറയുന്നത് അതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ്. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി അവിടെ ചെല്ലുമ്പം അവരുടെ ആ പ്രസ്ഥാനത്തെ
റെപ്രസെൻ്റ് ചെയ്താണ് നമ്മൾ ചെല്ലുന്നത്. അതിന് അവർ പറയുന്ന ഡ്രസ് കോഡ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. എൻ്റെ ഇഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിക്കാം, അതല്ലാതെ അവർ തന്നെ പറയും ഞങ്ങൾക്ക് ഇന്ന വസ്ത്രം വേണം. ചിലപ്പോൾ അവർ തന്നെ തരുന്ന വസ്ത്രങ്ങളുണ്ടായിരിക്കും. കാരണം ഇത് പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ്. അത് നമ്മൾ പണം വാങ്ങിച്ചും പണം വാങ്ങിക്കാതെയൊക്കെ പോകുന്ന ചടങ്ങുകളുണ്ട്. അപ്പം ആ ചടങ്ങിന് അത് ഞാൻ ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, എനിക്ക് കംഫർട്ട് ആണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതും. അവിടെ നിൽക്കുന്ന ആളുകൾക്കോ അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്കോ പ്രശ്നമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരു കുറച്ച് ശതമാനം ആളുകൾക്ക് അതിൽ പ്രശ്നമുണ്ട്. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഓക്കെ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള വസ്ത്രം ഏതാണെന്ന് ഞാൻ നോക്കി അത് ധരിച്ചിട്ട് നടക്കണം എന്നൊക്കെ വാശി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. എനിക്ക് കംഫർട്ടായിട്ട് എന്ത് ധരിക്കാൻ തോന്നുന്നു അത് ഞാൻ ധരിക്കും. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബ്ലോക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാതെ വൃത്തികേടുകൾ പറഞ്ഞു കൂട്ടാനുള്ള ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആർക്കും ഉണ്ട്. ഇവരോടൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത നമുക്കില്ല. എങ്കിലും അവർ ചോദിക്കുന്നത് കുറേ കാലമായി ഈ ഫീൽഡിൽ വരുന്നു, ഉദ്ഘാടന ചടങ്ങുകൾക്ക് വരുന്നു, ഈ പറയുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ പണം വാരി കൂട്ടിയിട്ട് പിന്നെ നല്ല വെള്ള ചമയുന്ന രീതിയിലുള്ള നീക്കം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതൊരു ഇരട്ടത്താപ്പല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ. പണം വാരി കൂട്ടുന്നതിന് എന്താ കുഴപ്പം? എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് വാരി കൂട്ടാൻ പറ്റുള്ളൂ. അത് ആർക്കാണ് എന്താണ് പ്രശ്നം? അതിൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പം എനിക്ക് എത്രയോ ആക്ടേഴ്സ്, ഇത് ഞാൻ ഇനോഗ്രേഷൻ കണ്ടുപിടിച്ച ആളൊന്നും അല്ല, ഞാനല്ല ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. എത്രയോ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഞാനും പോയി ചെയ്തിട്ടുണ്ട്. അവിടെ ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ ആരും നമ്മുടെ ശരീരഭാഗം സൂം ചെയ്ത് അത് ഷൂട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോയിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇവിടെയുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ നാട്ടിൽ. അൺഫോർച്ചുനേറ്റ്ലി ഇനോഗ്രേഷൻ ചെയ്യുന്നു, പണം വാങ്ങിച്ചു പോയി ചെയ്യുന്ന ഇനോഗ്രേഷൻസ് ഉണ്ട്, വാങ്ങിക്കാതെയും ചെയ്യുന്ന ഇനോഗ്രേഷൻ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ടുള്ള മനുഷ്യരാണ്. എനിക്കിപ്പം ഇനോഗ്രൽ ഫംഗ്ഷൻസിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടാവോ ഇല്ലയോ നമുക്കറിയില്ല. അതിൽ പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബെനിഫിറ്റ്സിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ ബെനിഫിറ്റ്സിനും ഞാൻ യൂസ് ചെയ്യുന്നതിന് ആർക്കെന്താണ് പ്രശ്നം? ആർക്കും ഒരു പ്രശ്നമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും ഇനാഗുറൽ ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം അതിനിടയിൽ ഞാൻ ചോദിക്കുന്നത്, ഒരു ഫംഗ്ഷന് പോകുന്നു, അത് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഈ ഓൺലൈനുകളിൽ ഇത്തരം സർക്കുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ വീരസിംഹ റെഡ്ഡി എന്നും പറഞ്ഞൊരു തെലുങ്ക് ഒരു മൂവി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് അവിടെ ഇനോഗ്രൽ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് സർക്കുലേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. അവിടെ ഞാൻ വെസ്റ്റേൺ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതും എല്ലാ ഔട്ട്ഫിറ്റുകളും ഇട്ട് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഒത്തിരി ആക്ടേഴ്സ് ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇവരെ ആരെയും ആ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് അല്ലെ ശരീരഭാഗങ്ങൾ നമ്മൾ ഏത് ആംഗിളിൽ നിന്നാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു മോശം വീഡിയോസും നമ്മൾ അവിടുന്ന് കണ്ടിട്ടില്ല. അത് എല്ലാം ഉള്ളത് ഇവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പ്രത്യേകതരം മനോവൈകല്യമാണ്. അതിന് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ എന്ത് വസ്ത്രം പർദ്ദ ഇട്ടിട്ട് പോയാലും നിങ്ങൾ ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നോ അതനുസരിച്ചിട്ടിരിക്കും. അപ്പം അത് നിങ്ങളുടെ വൃത്തികേടുകൾ എൻ്റെ മേലിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഈ വിഷയം വന്നപ്പോൾ, ഈ നിയമ പോരാട്ടമായിട്ട് വന്നപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സൈബർ ആക്രമണം ഒരു പരമ്പര വന്നു. ഒരു ബോച്ചെ ആർമി ഇറങ്ങി. ആ സമയത്ത് പകച്ചു പോയിട്ടുണ്ടാവില്ലേ? ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ഒരു മിനിറ്റ് പോലും തോന്നിയില്ലേ? ഒരിക്കലില്ല. സൈബർ അറ്റാക്കിങ് കുറേ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് PR വർക്ക് എന്താണെന്ന് കണ്ടാൽ അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഇതിപ്പം ആർക്കും വേണ്ടിയും സംസാരിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലുള്ള ആർക്കും ഇല്ല. ഇപ്പം എനിക്ക് വേണ്ടിയും വന്ന് നിന്നിട്ടോ അവർ ഭയങ്കര സംഭവമാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിന് PR വർക്കിന്റെ ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ട് ഉണ്ടാവും. അല്ലാതെ അങ്ങനെ സംസാരിക്കില്ല. അല്ല, അങ്ങനെ ഒരു PR വർക്ക് കണ്ടിട്ടില്ല. അതായത് ഏത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏത് ഫേസ്ബുക്ക് പേജ് എടുത്താലും ആ തരത്തിൽ, അല്ലെങ്കിൽ ചാനലുകളുടെ ചർച്ചകളാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റുകൾ ഇടുക, അങ്ങനെ നിന്നുള്ള ഒരാക്രമണം. ഇത് ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നവർ പോലും ആ തരത്തിലുള്ള കമന്റുകൾ എടുത്തിട്ട് പറയും. അത് നമ്മൾ പലപ്പോഴും ഈ ഒരു കേസിന്റെ ഭാഗമായി പല കേസുകൾ ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കമൻസ് ആ സമയത്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 1 വീക്ക് കഴിയുമ്പം ഈ കമൻറ്റുകളെല്ലാം എഡിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ PR വർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ.
അങ്ങനെ ഇപ്പം നിങ്ങളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജെന്യൂനായിട്ടൊരു കമൻറ്റ് ഇട്ടാൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം അതേ ഒരേ പാറ്റേണിൽ അത് എഡിറ്റഡായി മാറുന്നില്ലല്ലോ. അപ്പം അത് ഇനി ആരെന്ത് കമൻറ്റ് ഇട്ടാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കമൻറ്റോ അല്ലെങ്കിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ലൈഫിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മളെ എന്ന് നോക്കിയിട്ടല്ല നമ്മളൊരു ഡിസിഷനിലേക്ക് പോകുന്നത്. എനിക്ക് ശരി എന്താണ് എന്നുള്ളത് മാത്രം ചിന്തിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ. ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഏത് രീതിയിൽ അതിൽ മാറ്റം വരാമെന്ന് നമുക്കറിയില്ല. അതൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ്. ഞാൻ 100% ജെന്യുവിനാണ് ഞാൻ ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ. എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിടക്കുകയാണ്. ഞാൻ അത്ര മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെയുള്ള ആളുകളും എന്നോടൊപ്പം ഉണ്ട്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു, ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്തു. ബട്ട് അത് വിചാരിച്ചിട്ടില്ല, സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് പോകും. ഹണി ഇത് പറയുമ്പോഴും ആ സമയത്ത് ഞാൻ ഹണിയുടെ അമ്മയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം മകൾ അന്ന് കടന്നു പോകുന്ന ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെയാണ് അന്ന് ഹണിയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹണി ഒരു ബ്രേക്ക് എടുത്ത് ആദ്യം, പിന്നീട് ആ ബ്രേക്കിന് ശേഷം ഇനാഗുറൽ ഫംഗ്ഷന് പോയ സമയത്തും അത് പറഞ്ഞു. ഒരു ചെറിയൊരു ഗ്യാപ്പ് മനഃപൂർവ്വം തന്നെ ഹണി എടുത്ത പോലെ. വല്ലാത്തൊരു മെൻ്റൽ ട്രോമ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സാണ്. നമ്മുടെ ടൈമും നമ്മൾ മനസ്സമാധാനമായിട്ടിരിക്കേണ്ട സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ഞാൻ അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ ഏറ്റവും സഫർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത് എന്നും പറഞ്ഞ് കുറേ സാധനങ്ങൾ നമുക്ക് അയച്ചു തരുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇത് വീണ്ടും കാണുന്നു, ഇത് ആഘോഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഈ പല കാര്യങ്ങളും ഇത് ഏറ്റെടുത്തിട്ട് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഷമം നമുക്കുണ്ട്. നമ്മൾ പറയില്ലേ, വെറുതെ ഇരിക്കുന്ന ഒരാളെ ഏതൊക്കെ അവരുടെ ക്യാരക്ടർ, ഒരാളുടെ വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് അവർ എന്താ പറയുക ഏറ്റവും മോശമായിട്ട് ടാർണിഷ് ചെയ്യുന്നത്, സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നത്. എനിക്കിഷ്ടം കംഫർട്ടായിട്ടുള്ള ഒരു വസ്ത്രമിട്ട് ഇനാഗുറേഷൻ ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് ഭീകരമായിരുന്നു. ഈ ഒരു കേസ് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയത്. ഡെഫിനറ്റ്ലി അതിൻ്റെ മെൻ്റൽ സ്ട്രെസ്സും ഇതിൻ്റെ പുറകെ നിൽക്കുന്നതിൻ്റെ എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്താണ് ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കുന്നത്. അപ്പോഴും നേരിട്ട് ഫോൺ വിളികളോ ഭീഷണികളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് കേൾക്കുന്ന വലിയ ആശ്വാസകരം. കാരണം ഇത്തരം നിയമ പോരാട്ടങ്ങളിലൂടെ കടക്കുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയും കടന്നു പോകാറുണ്ട്. മിനിമം ഫ്രണ്ട്സ് സർക്കിള്, വീട്ടുകാർ, അങ്ങനത്തെ ഒരു ഡിസ്കംഫർട്ട് ആർക്കും ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ചുറ്റിപ്പറ്റി ഉള്ള മനുഷ്യരൊക്കെ വേറെ ലെവൽ ആളുകളാണ്. അവരെപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട്. ഒരു ഭാഗത്തുനിന്നും വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എനിക്ക്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട് എനിക്ക്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ഞാൻ തട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ അത് അങ്ങനെ പേടിച്ച് മാറുന്ന ഒരു കൂട്ടം ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കേസുമായിട്ട് നടക്കുമ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ ഫീൽഡിൽ നിന്ന്, പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന്, അങ്ങനെ എല്ലായിടത്തു നിന്നും ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയത് ഈ ഒരു വിഷയം വന്നപ്പം. പ്രൊഡ്യൂസേഴ്സ്, അമ്മ അസോസിയേഷൻ, WCC തൊട്ട് എല്ലാ ആളുകളും വിളിച്ച് സംസാരിക്കുകയും അവരുടെ ഒരു എന്താ പറയുക കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തു. അത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടോ കേട്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ പോലും ഇല്ലാത്ത ആളുകളൊക്കെ വിളിച്ചിട്ട്, പുറത്തുനിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് നമ്പേഴ്സൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് പറയും ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തത്, അതങ്ങനെ തന്നെ വേണം, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി, എനിക്ക് 2 പെൺമക്കളാ ഉള്ളതെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇതുവരെയും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് പിന്നെ ഹണി ചെയ്തത് അവരെ അത്ഭുതപ്പെടുത്തിയില്ല അല്ലേ?
അങ്ങനെ അത്ഭുതപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള ഞങ്ങൾ ഡിസ്കഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണോ ഹണി ചെയ്തത് എന്ന് ഫിലിം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്യുകയും ഇതിന്റെ പുറകെ ഉണ്ട്. നമ്മൾ മാനസികമായി എന്താ പറയാ ഇതിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൻ്റെ ഒരു പീക്കിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്. ചിലപ്പം അവരാദ്യം പെട്ടെന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളിത് പ്രതീക്ഷിക്കാതെ കേട്ട ഒരു വാർത്തയായിരിക്കാം നിങ്ങൾക്ക്, എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും അത് കഴിഞ്ഞിട്ടൊന്നും ആരുമായിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നെ വിളിച്ച ആളുകളൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും, ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ട് എന്നാണ്. അച്ഛനും അമ്മയും നേരത്തെ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം കൂടെ നിന്നു, അതുകൊണ്ടാണല്ലോ അത്ര അടിയുറച്ച് കൂടെ നിന്നു. പക്ഷെ ഈ ഇങ്ങനെ ഒരു PR വർക്കൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ടെൻഷനായി പോയിരുന്നു, അവർക്കൊരു വിഷമവും ടെൻഷനൊക്കെ വന്നിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ അതിന്റെ പേരിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ ഇപ്പൊ 10-20 വർഷമായി നമ്മൾ സിനിമ ചെയ്യുന്നു. ഒരിക്കലും സിനിമയിൽ ഞാൻ വന്നിട്ട് ഒറ്റയടിക്ക് അങ്ങനെ എല്ലാം വിജയിച്ചു പോയൊരു വ്യക്തിയേ അല്ല ഞാൻ സിനിമയിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോഴും ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷൻ ആയാലും ഈ പറഞ്ഞതുപോലെ 20 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അത്. അപ്പോൾ നമുക്കറിയാം ഒരു സിനിമ ഇറങ്ങി വിജയിച്ചു കഴിയുമ്പം അത് ഭയങ്കര ആളും ക്രൗഡും ബഹളവും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ചൊന്ന് സൈലൻ്റായി പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ അത് അവിടെയും അഫക്റ്റ് ചെയ്യും അതിനെയൊക്കെ. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു റോളർ കോസ്റ്റർ പോലെ ഒരു കയറ്റവും ഇറക്കവും എപ്പോഴും ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയമൊന്നും ഈ പൊതുജനത്തെയോ അല്ലെങ്കിൽ എനിക്ക് വരുന്ന വർക്കിനെയോ ഒരു കാര്യത്തിനെയും അഫക്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പൊതുജനത്തിൻ്റെ ഒന്നും വിഷയമല്ല ഇത്. അവരിത് കാണും, കേൾക്കും, അതങ്ങ് വിടും, അത്ര തന്നെ ഉള്ളൂ അവർക്ക്. അല്ലാതെ ഹണി റോസിനെ പേഴ്സണലി ഉപദ്രവിക്കണം എന്ന് അവർക്ക് ആർക്കും ഇല്ല. അല്ലെങ്കിൽ മേ ബി ഞാൻ എൻ്റെ ഈ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെയുള്ള വസ്ത്രം ഇട്ടുകൂടാന്നുള്ളത്. അതും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നതിന് പോലും പ്രശ്നമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ അത് പറയുന്നതിനൊരു മാന്യത വേണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതൊരു വലിയ വിഷയമൊന്നുമല്ല. നമ്മുടെ എന്താ പറയുക, സാധാരണ ആളുകൾക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ വളരെ കൂളാണ്, അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, വളരെ കൂളാണ്. ഇതൊക്കെ ഇവിടെ തന്നെയാണോ നടന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഒരു എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. സിനിമാ സംഘടനകളെല്ലാവരും നല്ല സപ്പോർട്ട്, WCC അടക്കം സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഉയർന്ന ഒരു വിമർശനം, WCC ഒക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഒക്കെ വന്ന സമയത്ത് ഹണി റോസ് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് ഒന്നും അനങ്ങി പോലുമില്ലല്ലോ, എന്നിട്ട് ഹണിക്ക് വേണ്ടി എന്തിനു പറയണം മറ്റ് ഈ വനിതാ സിനിമാ സംഘടനകൾ എന്നുള്ളൊരു വിമർശനമൊക്കെ ആ സമയത്ത് വന്നിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടി ആരോടും പറയണം എന്ന് അപ്പോഴും ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു കാര്യമായിട്ട് മുമ്പോട്ട് വന്നത്. ആ സമയം അമ്മയുടെ ഭാഗമായിട്ട് നിന്നപ്പോഴും അന്നുണ്ടായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചാനൽ മീഡിയ പ്രവർത്തകർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനത്തോടും പൂർണ്ണമായിട്ടെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചേർന്ന് നിന്നിട്ടൊന്നുമില്ല. ശരിയല്ലാത്ത കാര്യം ഇങ്ങനെയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം വരുമ്പോഴും ഇപ്പം ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു, WCC ചെയ്തോ അല്ലെങ്കിൽ അമ്മ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഇതുമായിട്ട് മുമ്പോട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്തത് അവരുടെ വലിയ മനസ്സ്, എനിക്ക് ഏറ്റവും സന്തോഷവും എന്താ പറയുക ഒരു ഗ്രാറ്റിറ്റ്യൂഡും എപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ മുമ്പോട്ട് വന്നൊരു വിഷയമാണ്. ഈ ഹേമ കമ്മിറ്റി വിവാദങ്ങളുടെയൊക്കെ ശേഷം രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു അഭിമുഖം ഇതേ ഇൻ്റർവ്യൂ തന്നെ എടുത്ത സമയത്തും രഞ്ജിനി നടത്തിയ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പരാമർശം, ഉദ്ഘാടന ചടങ്ങുകൾക്ക് വിളിക്കുമ്പോൾ അവർ കൂടുതൽ പൈസ ഓഫർ ചെയ്യും, എല്ലാ കാര്യങ്ങളും കൂടെ നടത്തിക്കൊണ്ടു പോകണം, മിക്കവരും അങ്ങനെയാണ് എന്നുള്ളൊരു ഒരു 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 കമൻറ്റ് രഞ്ജിനി നടത്തിയിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു അലിഗേഷൻ കൂടിയായിരുന്നു ആ സമയത്ത് നടത്തിയത്. ഇനോഗ്രേഷൻ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഞാനല്ല ഒരു ഫോൺ കോളും അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവരാരുമായിട്ട് ഒരു രീതിയിലും സംസാരിക്കാറില്ല. ഇനോഗ്രേഷൻ വരുന്നത് അമ്മയോ അച്ഛനോ മാനേജേഴ്സ് ത്രൂ ആണിത് വരുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇനോഗ്രേഷൻ ഫീൽഡിൽ നിന്ന് എനിക്ക് വന്നിട്ടേ ഇല്ല, ടു ബി ഫ്രാങ്ക്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അറിവിലേക്ക് വന്നിട്ടില്ല ആ ഒരു കാര്യം. ഇനോഗ്രേഷൻ ആളുകൾ പലപ്പോഴും അതിനെ ഒരു ഭയങ്കര കുഴപ്പം പിടിച്ച് എന്തോ ഒരു കാര്യമായിട്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വൈബ് ഭയങ്കരമായി എൻജോയ് ചെയ്യുകയും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നത് പോലും നമ്മൾ ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ. ആ വൈബ് എൻജോയ് ചെയ്യുകയും ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന
ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും അതിൻ്റെ ഭാഗമായി പോകുന്നത്. ബട്ട് സിനിമയിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി, അതിൽ വന്നിട്ടുള്ള പരാതികൾ, കാര്യങ്ങൾ, അതൊക്കെ നമുക്കറിയാം, പലതും അറിയാവുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ തന്നെ പേഴ്സണലി വെർബലി ഒക്കെ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു റിയാലിറ്റി തന്നെയാണ്. ഇത് ഓരോ ആളുകളുടെയും ലൈഫ് എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. ഇപ്പം എനിക്കത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് വേറൊരു വ്യക്തി അത് ഫേസ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർ ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവും. എനിക്ക് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഹണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ടോപ്പ് ഫിഗറാണ്, ഇതുപോലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അപ്പോൾ യു ആർ പ്രൊട്ടക്റ്റഡ്. പക്ഷേ അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആ പേടിക്കേണ്ടതായ ഒരു സാഹചര്യം എവിടെയില്ല, സിനിമ ഇൻഡസ്ട്രിയിലും ഇല്ല. അത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേടിക്കേണ്ടതായ എന്ത് സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കലി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നാലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ വിരളമായിട്ടേ കേട്ടിട്ടുള്ളൂ, അല്ലേ? ഇൻഡസ്ട്രിയിൽ അത്രയും നമ്മൾ കേട്ടിട്ടില്ല. അതല്ലാതെയൊന്നും നമുക്കൊരു ഫോൺ, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നത് ഒരു ഫോൺ കോളിലായിരിക്കും ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നേരിൽ മുമ്പിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമുക്കതിന് മറുപടി പറയാൻ പറ്റുമല്ലോ, ഇല്ലേ? വ്യക്തമായി നമുക്ക് മറുപടി പറയാൻ പറ്റും. പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വരുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടാവും. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അതുണ്ടായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ഒരു സിറ്റുവേഷൻ. നമ്മളെപ്പോഴും ഒരു പുതിയ ആളായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പോഴായിരിക്കും ഈ ചൂഷണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അത് ഞാൻ കേട്ടേക്കുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതും വെർബലിയുള്ള ഫോൺ കോളുകൾ വഴിയുള്ള സംസാരത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അത് നമ്മളതിന് മറുപടി പറയുമ്പോൾ അതവിടെ നിൽക്കുകയും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ പടത്തിലേക്ക് നമ്മളെ വിളിക്കില്ല, അവർ ആ വ്യക്തിയുടെ പടങ്ങളിലേക്ക് പിന്നെ നമ്മളെ വിളിക്കില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള പ്രതികരണം കൊടുക്കാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് അതിന് ചെയ്യാനില്ല. അപ്പം കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യവും, നമ്മളൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ വർക്കുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അതിന് എതിർത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വർക്കിലേക്ക് നിങ്ങളെ വിളിക്കില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഫൈറ്റ് ചെയ്യണം. ചിലപ്പം ഒരു മെയിൽ ആക്ടർ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ധൈര്യമായിട്ട് ഒരു പടം കമ്മിറ്റ് ചെയ്യാം, കൂളായിട്ട് പോയി വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചൂഷണം അവർ നേരിടേണ്ടി വരില്ല. അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അതാണ് ഹേമ കമ്മിറ്റി എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു ആ ഒരു കാര്യത്തിൽ. ഒന്ന് പേടിക്കണം, സ്ത്രീകൾക്കിവിടെ വോയിസ് ഉണ്ട്, ഒന്ന് പേടിക്കണം എന്നുള്ളൊരു സാധനം, ആ ഒരു പേടി എന്നുള്ളൊരു ഫാക്ടർ, ഒരു അവയർനെസ് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടിയും ഒരു ഇൻഡസ്ട്രി കുറച്ചും കൂടി ഒന്ന് ഒരു ക്ലിയർ ആയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ടാലൻ്റ് ഉള്ള ഒരാളോട് ഈ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു ബാർഗൈനിങ് നടത്താൻ ഒന്ന് പേടിക്കും തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടി പേടിയുണ്ട് എന്ന് തന്നെ എനിക്ക്. കാരണം സോഷ്യൽ മീഡിയ നിൽക്കുന്നു, നമുക്കൊരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ അത്ര ധൈര്യമായിട്ട് മുമ്പോട്ട് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എപ്പോഴും പറയുന്നത് ഇപ്പം ഇത് ഞാനായിരിക്കണം എന്നില്ല. കാരണം ഞാൻ കുറച്ചും കൂടി ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായി നിൽക്കുന്നു, ആളുകൾക്കറിയാം. ഇപ്പം എനിക്കായിരിക്കില്ല, പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കായിരിക്കും ഇത് കൂടുതലും ബാധിക്കുന്നത്. അത് അവരുമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഷെയർ ചെയ്താലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, സിനിമയെന്ന് പറയുന്നത് ഇപ്പം ആക്ടേഴ്സ്, അഭിനേതാക്കൾ മാത്രമല്ലല്ലോ, സ്ത്രീകളായാൽ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇതേപോലുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണോ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ചൂഷണവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവർക്കൊക്കെ. അതിൽ മാറ്റം ഇപ്പോഴും ടെക്നിക്കൽ സൈഡിൽ മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വിഷയത്തോടെ ഹേമ കമ്മിറ്റി ഈ ഒരു വിഷയത്തോടെ ഡെഫിനറ്റ്ലി അതിലൊരു ഹ്യൂജ് ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പേഴ്സണലി. കാരണം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒറ്റയടിക്ക് വരാൻ ഒന്ന് പേടിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ബട്ട് പറയുന്നത് പോലെ തന്നെ ഓരോ ആളുകളും അവർ ഫേസ് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളത്
അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് അവർക്ക് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യണം എന്നില്ലല്ലോ.